ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നേക്കുന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ടൈപ്പ് വീഡിയോ ഇതിനു മുമ്പ് 1-2 വട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴെല്ലാം നിങ്ങളെല്ലാവരും അത് ഒരുപാട് ഏറ്റെടുത്തു, എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്കത് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത് കേട്ടോ. വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ നല്ലൊരു പ്രചോദനമാണ് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് തന്നത്. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും ഞങ്ങൾ വന്നേക്കുന്ന വളരെ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് നേരത്തേക്കുള്ള ഒരു റിലാക്സേഷൻ നൽകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് ഡെഫിനറ്റ്ലി. അപ്പോൾ എന്തായാലും സർപ്രൈസ് അധികം ഞാൻ നീട്ടുന്നില്ല, നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക്. ഇതാണ് നമ്മുടെ കുക്കിംഗ് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പ്. ഞാൻ തൊട്ടടുത്തുള്ള ചെടികളൊന്നും ഞാൻ ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു കൊച്ചു സ്പേസ് ഞാൻ എടുത്തിരിക്കുകയാണ്. നല്ല പച്ച പരവതാനി വിരിച്ച പോലെ കിടക്കുന്നുണ്ടോ? എന്ത് രസമാണെന്ന് നോക്കിയത് കാണാനായിട്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെറ്റ് എടുത്തതെന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലാവും. യെസ്, ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് ഞാൻ ഈ സ്പോട്ട് തന്നെ തിരഞ്ഞെടുത്തതെന്ന്? ഈ പച്ചപ്പിലേക്ക് നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഈ റെഡ് വന്നപ്പോൾ ഉള്ളൊരു ഭംഗി, എന്തൊരു ഭംഗിയാണ് നോക്കിയത് കാണാനായിട്ട്. നല്ല രസമില്ലേ? ഇനി ഇതിൻ്റെ ഭംഗി കൂടാൻ പോവാണ്. എങ്ങനെയാണെന്നറിയോ? വേറൊരു സാധനം ഞാൻ വെക്കാൻ പോവാണ്. യെസ്, കണ്ടോ? ഇപ്പോൾ ഇതിൻ്റെ ഭംഗി അങ്ങ് കൂടിയത് കണ്ടോ? എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ. നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ദോശക്കല്ലാണ്, ക്ലേയുടെ ട്രഡീഷണൽ, നല്ല പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന അതേ ദോശക്കല്ലിൻ്റെ ചെറിയ രൂപമാണെന്നേ ഉള്ളൂ. എന്തൊരു രസമാണെന്ന് നോക്കിയാൽ പക്ഷെ കാണാനായിട്ട്. നല്ല ക്യൂട്ടായിട്ടില്ലേ? അതാണ് ഇതിൻ്റെ ഭംഗി. യെസ്, സോ ക്യൂട്ട്, സോ നൈസ്, സോ ബ്യൂട്ടിഫുൾ. അടിപൊളി. അടുപ്പ് ഇത്തിരി ഒന്ന് ഞാൻ മാറ്റി വെച്ചു. ഇനി ഞാൻ അവിടേക്ക് വെക്കാൻ പോകുന്നത് ഇത് നമ്മുടെ പച്ചരിയാണ്, ഉഴുന്നാണ്, ഉലുവയുണ്ട്, ഇത്രയും സംഗതികളുണ്ട്. ഇതാണ് ഞാനിനി അടുത്തത് ഇവിടെ വെക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ഞാൻ ദോശയല്ല ഉണ്ടാക്കണേ. പിന്നെ എന്തായിരിക്കും ഞാൻ ഉണ്ടാക്കുക? അത് നിങ്ങൾ ഗസ് ചെയ്യൂ കേട്ടോ. അത് നിങ്ങളുടെ ഗസ്സിനായിട്ട് ഞാൻ വിട്ടേക്കാണ്. അടുത്തത് വെള്ളം. ഇത്രയും ഞാൻ സെറ്റിൽ വെച്ചു. ഇനി ഈ വക ഐറ്റംസ് എല്ലാം, അതായത് നമ്മുടെ പച്ചരി, ഉഴുന്ന്, ഉലുവ, ഈ വക ഐറ്റംസ് എല്ലാം നമ്മളൊന്ന് കുതിർത്താൻ പോവാണ്. അതാദ്യം ചെയ്യാം. യെസ്, നമ്മുടെ കൊച്ചു കടായി എത്തിപ്പോയി. അത് നമുക്കിവിടെ വെക്കാം. എല്ലാവർക്കും ഈ മിനി കടായി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ പറയണേ. നല്ല സൂപ്പറായിട്ടില്ലേ? എന്ത് രസമാണ് അത് കാണാൻ തന്നെ അല്ലേ? ഇതൊരു പ്രത്യേക ഭംഗിയാണ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇടേണ്ട ആവശ്യമില്ല, എല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മളിത് കുതിർത്താൻ വെക്കണേ കേട്ടോ. യെസ്, ക്യാമറ ഇത്തിരി ഒന്ന് പുറകോട്ട് ഇറക്കി വെക്കട്ടെ. അപ്പോൾ നമുക്കിനി ഇവനെ ഒന്ന് കുതിർത്താൻ വെക്കാം. കുതിർത്താനായിട്ട് നമുക്കൊരു കുടത്തിൽ വെള്ളം എടുക്കാം. എന്തൊരു ക്യൂട്ടാന്ന് നോക്കി ഈ കുടം കാണാനായിട്ട്. സോ നൈസ് അല്ലേ? എനിക്കിതിൻ്റെ ഭംഗി കണ്ടപ്പോൾ തന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. എനിക്കതിൻ്റെ ഒത്തിരി ഇഷ്ടമായി. നല്ല ഫിനിഷിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുടമായി, വെള്ളമായി, കുതിർത്താനുള്ള മിക്സുമായി അല്ലേ? ഇനി നമുക്ക് അടുത്തത് എന്താ വേണ്ടത്? കുടത്തിൽ നിന്ന് നേരിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറേയൊക്കെ തുളുമ്പിപ്പോവും. പക്ഷേ അങ്ങനെ തുളുമ്പിപ്പോയി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അത് മാത്രമല്ല അതൊരു സുഖമില്ല. അങ്ങനെ തുളുമ്പിപ്പോയി കഴിഞ്ഞാൽ അതൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വേഗം തന്നെ വെള്ളം എടുക്കാനായിട്ടൊരു സ്പൂൺ എടുക്കാം. എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാട്ടോ. ഇടയ്ക്ക് ഉറുമ്പ് ചേട്ടന്മാർ നടപ്പുണ്ട്. അപ്പോൾ ലേശം നമുക്കിതിലേക്ക് വെള്ളം കോരിയെടുത്ത് കുതിർത്താൻ വയ്ക്കാം. ഉണ്ടോ? അപ്പോൾ നെകക്കെ നമുക്ക് വെള്ളമായി. ഇനി നമുക്ക് അവനെ എന്ത് ചെയ്യാം? ഒരു 5-6 മണിക്കൂർ നേരം നമുക്ക് അവനെ മൂടി വയ്ക്കാം. ഓക്കെ, മൂടി വരട്ടെ. യെസ്, തന്നെ മൂടി വെച്ചോളൂ. 6 മണിക്കൂർ അങ്ങനെ ഇരിക്കണം. അപ്പോൾ നമുക്ക് തീ കത്തിക്കാനുള്ള വിറകെടുക്കാൻ പോവാം. ഇനി നമുക്ക് ഇവൻ ഒന്ന് കുതിർന്നിട്ടുണ്ടാവും. ഇപ്പോൾ 5-6 hours കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുതിർന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നന്നായി. ഉഴുന്നൊക്കെ കുതിർന്നിട്ടുണ്ട്. ഉഴുന്നൊക്കെ നല്ല ബോൾസ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ട, അടിപൊളിയായിട്ടുണ്ട്. ഇവനെ നമുക്കിനി അരച്ചെടുക്കണം. അതാണല്ലോ നമുക്കിനി വേണ്ടത്. അതിന് വേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇടാം. ഇനി നമുക്കതിലേക്ക് ഒരു ലേശം വറ്റി ചോറ്, നമ്മൾ ചോറുകൊണ്ടുവേണ ചോറില്ലേ, അത് ലേശവും കൂടി ഇട്ടിട്ട് വേണം നമ്മളിതിനകത്ത് അരയ്ക്കാനായിട്ട്. അത് ആ ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ്. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും കേട്ടോ.
നന്നായിട്ട് ദോശമാവിൻ്റെ പരുവം അറിയാലോ, അതുപോലെ നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം. തിരിച്ച് കണ്ടാ പേസ്റ്റായി മാറിയത് കണ്ടാ? യേസ്, നമ്മുടെ സൂപ്പർ പേസ്റ്റായി മാറി. ഇതിലേക്ക് ഇവനെ സ്റ്റോർ ചെയ്തിട്ട് മാവ് പൊങ്ങാനായിട്ട് വയ്ക്കാം. ഒരു 5-6 മണിക്കൂർ വീണ്ടും അവിടെ ഇരിക്കട്ടെ പൊങ്ങാനായിട്ട് കേട്ടോ. അടപ്പ് വരട്ടെ. യെസ്, ഇനി വെച്ചിട്ട് അടയ്ക്കുക, ഓപ്പൺ ചെയ്യുക. യം, അടിപൊളിയായിട്ടുണ്ട്. കണ്ട എന്തൊരു ഭംഗിയായിട്ട് അത് പൊങ്ങി വന്നേക്കണേ നോക്കി. ഇനി നമുക്ക് കുക്കിംഗ് ആരംഭിക്കാം. അടുപ്പ് കത്തട്ടെ. ഇതിൻ്റെ ഒരു ക്യൂട്ട്നെസ്സാണ് എന്നെ ഇത്രയധികം ഈ അടുപ്പ് കല്ല് ആകർഷിച്ചത് കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ ഓരോരോ ടൈപ്പ് അടുപ്പ് കല്ലുകൾ കാണുമെങ്കിലും ഇത്രയും ക്യൂട്ടായിട്ടുള്ളത് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. എന്ത് രസമല്ലേ ഇത് കാണാൻ. ഇതെന്താന്ന് സ്മെല്ലടിക്കുന്നുണ്ടാവില്ല, പക്ഷെ സ്മെല്ലടിച്ചാൽ നിങ്ങൾ ഇപ്പം തന്നെ പറയും ഇതെന്താണെന്ന്. ഇത് കർപ്പൂരമാണ് കേട്ടോ. അപ്പോൾ കത്തിക്കിട്ടി, അടിപൊളി അടിപൊളി, സോ ഹാപ്പി. നല്ല ഉണങ്ങിയ വിറകായിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് വേഗം ഇതിനകത്തേക്ക് ഇത് വയ്ക്കാം. വെച്ച് കണ്ടാ അടുപ്പ് കത്തണ കണ്ടാ, എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് അടുപ്പ് കത്തണ നോക്കി. ഇനി ആ വിറകൊക്കെ നമ്മളിതിലേക്ക് കത്തിക്കണം. അതിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ തീ കത്തണില്ലേ എന്നൊക്കെ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. എണ്ണയൊക്കെ ഇപ്പോൾ നന്നായിട്ട് മുരിയാൻ തുടങ്ങും കേട്ടോ. തീ കത്തുണ്ട് നന്നായിട്ട്. ഇനി നമുക്ക് കോരി ഒഴിക്കാം. മതി, നന്നായിട്ട് ചൂടായി. അതാണ് ഈ സൗണ്ട് കേൾക്കണം കേട്ടോ. സൗണ്ട് കേട്ടല്ലോ. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് കുത്തി നോക്കാം. അടിപൊളി. ഒന്ന് മറിച്ചിടാം കേട്ടോ. നമുക്ക് മറിച്ചിടാനായിട്ട് നമുക്ക് ഇവൻ്റെ സഹായം വേണം. കണ്ട, അടിപൊളി, നല്ല സംഭവമായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ കറക്റ്റായിട്ടോ. ഇവനും ആയിട്ടുണ്ട്. എല്ലാം നല്ല സൂപ്പറായിട്ടായി. ഇനി നമുക്ക് കോരിയെടുക്കാം. സംഭവം കഴിഞ്ഞു. ഈ അകവും പുറവും ഒരുപോലെ സോഫ്റ്റ്. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് കുക്ക് ചെയ്യാം.
ദോശമാവ് ഒരു ഇത്തിരി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ നല്ല എണ്ണയൊക്കെ തൂത്ത് നമ്മുടെ ദോശക്കല്ലിങ്ങനെ വെച്ചിരിക്കുകയാണ്. നമുക്ക് ബാക്കിയുള്ളതും കൊണ്ട് ഒരു അടിപൊളി ദോശയൊക്കെ ഉണ്ടാക്കാന്നേ. രസമല്ലേ? കുഞ്ഞു ദോശക്കല്ലിൽ എങ്ങനെയാവും ദോശ ചുടുക എന്നുള്ളത് എനിക്ക് വലിയ പരിചയമില്ല. എന്തായാലും നമുക്ക് നോക്കാട്ടാ. തീയൊക്കെ നന്നായി കത്തുന്നുണ്ട്. യു ക്യാൻ ട്രൈ എ ദോശ ഇൻ കുഞ്ഞു ദോശ തവി. ഓക്കെ, തുണിയോ അല്ലെങ്കിൽ സ്പോഞ്ചിലോ മുക്കിയായിരുന്നു ദോശ തടവേണ്ടിയിരുന്നത്. അത് ഞാൻ വിട്ടുപോയി. നല്ലോണം എണ്ണയായിട്ടുണ്ട്. എണ്ണയൊക്കെ മുരിഞ്ഞു തുടങ്ങി. ഇനി നമുക്ക് അതിനകത്തേക്ക് തീ നല്ലോണം കത്തണം കേട്ടോ. ഇനി നമുക്ക് അതിനകത്തേക്ക് ദോശ ഒഴിക്കാം കേട്ടോ. ഹായ്, നല്ല സൗണ്ടൊക്കെ വരുന്നുണ്ട്. ഇച്ചിരി ലേശം കൂടി. സൂപ്പറായി പരത്ത്. അത് മതി. അത് മതി കേട്ടോ. അല്ലെങ്കിലേ നമുക്കിത് വിട്ടു പോരാൻ പറ്റില്ല. ഇത് നമ്മൾ കുറച്ച് കട്ടിക്ക് എടുത്തായിരുന്നേ. നമുക്കിതിൽ നിന്ന് എളുപ്പം ഇതേ കണ്ടോ കോരാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഒരു ഡിഫിക്കൽട്ടി ഇല്ല. നല്ല ഈസി ആയിട്ട് വിട്ടു പോരണുണ്ട്. കണ്ട, അടിപൊളിയായിട്ട് വിട്ടു പോരണുണ്ട്. ഇതിൻ്റെ മറുപുറം ഒന്ന് കാണിച്ചു തരാം. കണ്ട, നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഞാൻ മറുപുറം എടുത്തതാണ് കേട്ടോ. ഈസി ആയിട്ട് വിട്ടു പോന്നു. യെസ്, യമ്മി ദോശ. ഇനി നമുക്കത് ദേ ഇവിടെ വെക്കാം. ദോശ നമുക്കെടുക്കാം. കണ്ട, നല്ല രസമായിട്ട് വന്നിട്ടില്ലേ നോക്കി. അടിപൊളി. പനിയാരവും കുട്ടി ദോശയും മിനിയേച്ചർ കുക്കിങ്ങിൽ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ടെന്നുള്ളത് അറിയാനായിട്ട് കേട്ടോ. എനിക്ക് ഇച്ചിരി മുരിഞ്ഞുള്ളതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ മുരിഞ്ഞതാണ് എടുക്കണം. ആദ്യം പനിയാരം തന്നെ എടുത്ത് കളയാം. ചമ്മന്തി ഒന്നുമില്ല, ഞാനിത് അങ്ങ് കഴിക്കുക. അതുകൊണ്ട് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നല്ലതാ, നല്ല രുചിയുണ്ട്. എണ്ണയൊക്കെ ശരിക്കും വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ എനിക്ക് തോന്നണം ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരമായി വെച്ചിരുന്നത് കൊണ്ട് ചട്ടിയിലേക്ക് ചിലപ്പോൾ എണ്ണയൊക്കെ വലിഞ്ഞ ആ ചട്ടിയിലേക്ക് എണ്ണ കുടിച്ചിട്ടുണ്ട്. അതാ, നല്ലതാ, രുചിയുണ്ട്. പിന്നെ മാവ് നല്ലതായിരുന്നല്ലോ, ദോശമാവ്, അതായിരിക്കും. പിന്നെ ഒരു കുട്ടി ദോശ മതി. ദോശയും കഴിച്ചു നോക്കാം. രണ്ടും സെയിം മാവാണ്, അപ്പം പിന്നെ മോശമാവാൻ വഴിയില്ല. ഇതിൽ ദോശമാവ് അല്ല ദോശ ഉണ്ടാക്കിയ പൊങ്ങി പോരുമോയെന്ന് എനിക്കൊരു ഡൗട്ടായിരുന്നു. പക്ഷെ നന്നായിട്ട് നിനക്ക് വിട്ടു പോന്നിട്ടുണ്ടല്ലോ. നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ടെന്നാ. ഇതും നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. രണ്ടും നന്നായിട്ടുണ്ട്. പനിയാരത്തിൻ്റെ എണ്ണയൊക്കെ വലിഞ്ഞതുകൊണ്ട് വളരെ ടേസ്റ്റിയാണ്. ചമ്മന്തി ഇല്ലാതെ പോയി. പക്ഷെ ഇത് ചുമ്മാ അങ്ങ് തിന്നപ്പോൾ അത് തന്നെയാണ് ഞാൻ കഴിക്കാം. അടുപ്പിൽ വെച്ച് കത്തിച്ചുണ്ടാക്കിയാലും പുകചൊവയൊന്നുമില്ല. അതുകൊണ്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു. പനിയാരം വളരെ നന്നായിട്ടുണ്ട്. ദോശയും ഒരു കുഴപ്പവും ഇല്ല. മൊരിച്ചിലൊക്കെ പാകമാണ്, വളരെ നല്ലതാണ് കേട്ടോ. ചമ്മന്തി ഇല്ലാതെ പോയി, സാമ്പാറും ഇല്ലാതെ പോയി എന്നുള്ളൊരു ഡിഫക്റ്റ് മാത്രമേ ഇതിലുള്ളൂ. ബാക്കി സംഭവം നല്ലതാണ്. ശരി, നോക്കാം. ശരി, നിങ്ങൾക്ക് കൊതി വരും. അതെ, കൊതി വരും. ഓക്കെ.